വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റാൻഡം ഡേ ഇൻ മൈ ലൈഫ് ആണ്. എനിക്കിപ്പോൾ ഒന്ന് ഉറങ്ങണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഉണ്ടാക്കുന്ന കറി സാമ്പാറാണ്. തൊട്ടാ മതി, ഒടുക്കത്തെ കളർ ഇതിന്. എനിക്ക് ഉറക്കം വന്നു. ചീഞ്ഞ തൊടിഞ്ഞൊരു ചീര. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് ആണ്. ആൻഡ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിൽ ചിലർ പറയും, ചിലപ്പോൾ പറയും രാവിലെ എണീറ്റ് പൊട്ടിയിട്ടിരിക്കുകയെന്ന്. നിങ്ങൾ കാണുന്നുണ്ടാവും ലിപ്സ്റ്റിക്. ആക്ച്വലി ഇന്നലെ ഇട്ട ലിപ്സ്റ്റിക് ആണ്. ഇന്നലെ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഇന്നലെ അവിടെ നിന്ന് നേരത്തെ വിട്ടായിരുന്നു, ബട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നേരെ വന്ന് കിടന്നുറങ്ങി. നമ്മൾ കുളിച്ചില്ല, നനച്ചില്ല, ഒന്നും ചെയ്തില്ല. സ്ട്രെയിറ്റ് നേരെ വന്ന് കിടന്നുറങ്ങി. അപ്പം അതുകൊണ്ടാണ് സ്റ്റിൽ ലിപ്സ്റ്റിക് ഇങ്ങനെ സർവൈവ് ചെയ്ത് എൻ്റെ ചുണ്ടിലിരിക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക് ഏതാന്ന് ചോദിക്കുന്നവരോട് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. 24 hours ലോങ് ലാസ്റ്റിംഗ്, സൂപ്പറാണ്. സോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്, റാൻഡം ഡേ ഇൻ മൈ ലൈഫാണ്. ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിച്ചു തരണ്ടേ. അപ്പോൾ രാവിലത്തെ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ജോലിക്ക് പോകുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഒന്ന് ഉറങ്ങണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ജോലിക്ക് പോയി തുടങ്ങിയ പിന്നെ എനിക്ക് ഉറങ്ങാനോ ഒന്ന് BGMI കളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. സച്ച് എ പുവർ ലൈഫ്. അപ്പോൾ ഉറങ്ങണം. അതുകൊണ്ടാണ് ഇന്നലെ വന്ന് കയറി അപ്പം തന്നെ കയറി കിടന്ന് ഉറങ്ങിയത്. പക്ഷെ ഇന്ന് ഞാൻ ആക്ച്വലി 10:30 വരെ കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇന്ന് നമ്മൾ 6 മണിക്ക് 6:30ക്ക് എണീറ്റ് ആ ടൈമായപ്പോൾ ഞാൻ എണീറ്റു ഓട്ടോമാറ്റിക്കലി. എന്ത് ചെയ്യാനാ. സോ നമുക്കപ്പോൾ തുടങ്ങാം. ഞാൻ എഴുന്നള്ളുന്നുണ്ട്. വഴി മാറിക്കോ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വഴി മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു വഴി മാറിത്തരും. എന്താണെന്നറിയോ ഗൈസ്, പീരീഡ്സ് ആയിരിക്കുകയാണ്. രാവിലെ എണീറ്റപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു പണിയാണ് പീരീഡ്സ്. ഇതിലും വലിയ പണി വേറെ കിട്ടാനുണ്ടോ? സോ അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ഞാൻ അങ്ങനെ ആജ്ഞാപിക്കും, വഴി മാറൂ. അപ്പോൾ ഇവിടെയുള്ളൊരു വഴി മാറിത്തരും. ആരോ വന്നു. രാവിലെ എന്താ ഉണ്ടാക്കുന്നത്? ദോശയും സാമ്പാറാ. ഓക്കെ, നമുക്ക് ദോശയും സാമ്പാറാണ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന കറി സാമ്പാറാണ്. ഇവിടെ സാമ്പാർ ഇട്ടിട്ടൊരു കളിയില്ല, ബിക്കോസ് സാമ്പാർ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതല്ലേ മമ്മി? കുഴപ്പമില്ല. ദോശയും സാമ്പാറും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതിൽ അഡീഷണൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അതാണ് പഞ്ചസാര. നിങ്ങൾ ഇരുട്ടായ ലൈറ്റ് അതോടെ ഇട്ടിട്ടില്ല, കറണ്ട് കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട്. ദോശയും സാമ്പാറും പഞ്ചസാരയും കുറച്ച് മതി കേട്ടോ. നമ്മൾ ലോഡ് പഞ്ചസാര കൊണ്ട് കമത്തി ഡയബറ്റീസ് വന്നിട്ട് എന്നെ പറയരുത്. കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. സാമ്പാർ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കേട്ടോ. എനിക്ക് പണ്ട് സാമ്പാർ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോഴും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ദോശയുടെ കൂടെ കഴിക്കും, പഞ്ചസാര ഇട്ടാൽ മാത്രം. ഓക്കെ, സോ ഞാൻ ബ്രഷ് ചെയ്തു. ഓൾറെഡി ഞാൻ ബ്രഷ് ചെയ്തു. പിന്നെ തുണി നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് പുഴുത്തിയിട്ടിട്ടുണ്ട്. ഇനി മുറ്റം അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് മുറ്റടിക്കാൻ പോയപ്പോൾ അവിടെ ആക്ച്വലി നമ്മുടെ അച്ഛന് എന്തോ ക്ലയൻസ് എന്തോ വന്നിട്ടുണ്ട്. സോ അവരുടെ ഡിസ്കഷനിലാണ്. അപ്പം അതിൻ്റെ ഇടയിൽ പോയിട്ട് മുറ്റടിക്കാൻ പറ്റത്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാം. ആൻഡ് അതെൻ്റെ ശുണ്ടാപ്പിയല്ലേ, എൻ്റെ പൂച്ചയാണ്. എൻ്റെ അല്ല, അയൽവക്കക്കാരുടെ പൂച്ചയാണ്. പക്ഷെ ഞാൻ എൻ്റെ അത് സ്ഥാപിക്കുന്നു ചില നേരത്ത്, ഇവിടെ വരുമ്പോൾ മാത്രം. അപ്പോൾ കാണാം. അപ്പോൾ ദോശയും സാമ്പാറും അവിടെ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്തു എന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നമുക്കിനി ലിപ്സ്റ്റിക് ഇടാം. ആക്ച്വലി എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ട്. ഞാൻ ഇതിൻ്റെ കളർ കുറച്ചിട്ടേക്കണ കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അതിൽ
ലിപ്സ്റ്റിക്ക് കാണുന്നില്ല. എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ വീഡിയോ എടുക്കുകയാണല്ലോ. നമ്മൾ ബ്രഷ് ചെയ്തു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ടാപ്പിയായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഓക്കെ. എന്തൊക്കെ കഷ്ടപ്പാടാ. ഈ ഫോണൊന്നും പിടിച്ചു തരാനൊന്നും ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് കഷ്ടപ്പെടണം. കുറച്ചിടാം. എന്തായാലും വീഡിയോ എടുക്കല്ലേ. തൊട്ടാ മതി. ഒടുക്കത്തെ കളറാ ഇതിന്. അതാണ് ഇത് തൊടാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം. കണ്ടോ? ഒരു ലൈൻ ഇട്ടപ്പോഴും ഇനി വേണമെങ്കിൽ പറഞ്ഞ രാവിലെ എണീറ്റ് ലിപ്സ്റ്റിക് ഇട്ട് വീഡിയോ എടുക്കാൻ വന്നിരിക്കാന്ന് പറഞ്ഞു. കണ്ടോ? നല്ല പിഗ്മെന്റഡ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്. ഞാൻ കൊണ്ടേക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആയിരിക്കും. സുന്ദരിയായില്ലേ? ക്യൂട്ട്നെസ് വാരി മെഴുകി ചെയ്യുന്നു. എന്നെ ട്രോളാൻ ഞാൻ തന്നെ മതി. സോ ഹൗ ഇസ് ഇറ്റ്? ഇതാണ് ലിപ്സ്റ്റിക് വന്നിട്ട്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൻ്റെ ഇടയിൽ ഇവിടെ കറണ്ട് പോയി. കറണ്ട് പോവും, കൊതുകും. ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് ഇവിടെ. ഇത്രയും കൊതുകൊന്നും ഉണ്ടാവാറില്ല. ഇപ്പോഴാണെങ്കിൽ കൊതുക് പിടിച്ചിട്ട് രക്ഷയില്ല. ഞാൻ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കില്ല ഗൈസ്. എനിക്കിഷ്ടമാണ്. പക്ഷെ പണ്ട് തൊട്ടിട്ട് മമ്മി നമുക്ക് ചായയിൽ പഞ്ചസാര ഇട്ട് തരില്ല. അതിപ്പോൾ വെറും പാലായിക്കോട്ടെ, ചായ ആയിക്കോട്ടെ, കട്ടൻ ചായ ആയിക്കോട്ടെ, കോഫി ആയിക്കോട്ടെ, പുള്ളിക്കാരി നമുക്ക് പഞ്ചസാര ഇട്ട് തരില്ല. ബിക്കോസ് ഷുഗർ വരുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, കഴിച്ച് പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്തിൻ്റെ ഓരോന്നത്തിലേക്ക് പഞ്ചസാര ഇടണ്ടേ? ഇതെന്തോ അത്. പക്ഷെ നല്ലതാണ്. എനിക്ക് ഉറക്കം വന്നു. അയ്യോ, ഞാൻ ഫോൺ കുത്തിയിട്ടിട്ടില്ല. ഫോണിൽ ചാർജ് ഇല്ല ഗൈസ്. 42 ഉള്ളൂ. മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കേ? കറണ്ട് വന്നില്ലെങ്കിൽ ഇനി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് ഞാൻ ഫോണിലിരുന്ന് പണിയണ കാരണം ചാർജ് ഇറങ്ങിപ്പോവും. പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ബാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ കറണ്ട് വരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രാർത്ഥിക്കാം. എൻ്റെ മുടി നല്ല കേളി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. എന്നോട് കൂടുതലും എല്ലാവരും ചോദിക്കണം എന്നാണെന്നറിയോ, മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടോ, മുടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, മുടി എന്താ ഇങ്ങനെ എന്നെനിക്ക് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്ഥലത്ത് ആണെങ്കിലും എനിക്കവിടെ ചോദ്യം വന്നു. കണ്ടോ നാച്ചുറൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെയാണ്. ഓക്കെ, മുടി ഇങ്ങനെയാണ് ആക്ച്വലി. പിന്നെ ഞാൻ ഈ മുടി ഓൾറെഡി സ്ട്രെയിറ്റ് ചെയ്ത പോലത്തെ ഒരു മുടിയാണ് എൻ്റെ. ഓക്കെ, അപ്പം ഞാനത് ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഡബിൾ സ്ട്രെയിറ്റ് ചെയ്ത പോലെയായി. അത് ആക്ച്വലി നല്ലതായിരുന്നു. കുറച്ച് മാസത്തേക്ക് നല്ലതായിരുന്നു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നാച്ചുറൽ സ്ട്രെയിറ്റനിങ് പോലെയായി. എൻ്റെ പഴയ മുടിയിലേക്ക് ഞാൻ തിരിച്ചു പോയി. ഇപ്പോൾ കണ്ടോ, കുറച്ച് കേളി ആയിട്ട് വേവി ആയിട്ട് കിടക്കുന്നത്. ഇതൊക്കെ നാച്ചുറലാണ്. ഞാൻ മറ്റേ സാധനം ഇട്ട് തിരിച്ച് ആക്കിയതല്ല.
പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? രാത്രി കുളിക്കുന്നുണ്ടെങ്കിൽ തല നനച്ച് കുളിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ മുടി നന്നായിട്ട് തോർത്തിയിട്ട് അതേപോലെ തന്നെ അങ്ങ് കിടക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല വേവി ആയിട്ടുള്ള ഹെയർ നിങ്ങൾക്ക് കിട്ടും. അതാണ് എൻ്റെ മുടിയുടെ സീക്രട്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് VP's റൂട്ടീൻ. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. വയറുവേദന എടുത്തു തുടങ്ങി. ഈ പീരിയഡ്സ് ഒക്കെ ആവുമ്പേ ചിലർക്കൊന്നും വയറുവേദനയില്ല. ചിലരൊന്നും അറിയണ പോലും ഇല്ല. എനിക്ക് അങ്ങനെയുള്ളവരോട് ഭയങ്കര അസൂയാണ്. പക്ഷെ എൻ്റെ അവസ്ഥ ഇതൊന്നും അല്ല. ഞാനിപ്പോ ആയിട്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാവും. എനിക്കിപ്പോ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വയറുവേദന എടുക്കാൻ. ഇതൊന്നും അല്ല ഗൈസ്, ഞാൻ ഇങ്ങനെ അട്ട ചുരുണ്ട് കൂടുന്ന പോലെ ചുരുണ്ട് കൂടി കിടക്കും. ഇറങ്ങി കുറച്ച് ഫ്രഷ് എയർ പിടിക്കാന്ന് വിചാരിച്ചതാണ്. ബട്ട് ഭയങ്കര വെയിലാണ്. സൺ കിസ്ഡ് മീ. ഇപ്പൊ ശരിക്കും കിസ്ഡ് മീ. കറണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഫോണൊന്ന് ചാർജിൽ ഇടണം. ഫോണൊന്ന് ചാർജൊക്കെ ആക്കിയിട്ട് വീഡിയോ എടുക്കാം. ബൈ. അപ്പൊ ഫോൺ ഞാൻ കുത്തിയിട്ടു. അപ്പൊ തന്നെ എടുക്കേണ്ട വന്നു. ബിക്കോസ് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തുണി ഒന്ന് വിരിച്ചിടണം. അലക്കി കഴിഞ്ഞിട്ടുണ്ട്, തുണി വിരിക്കണം. പിന്നെ നമ്മുടെ വീട്ടിൽ റംബൂട്ടാനുണ്ട്. സോ തീർന്നിട്ടില്ല. നമ്മൾ നെയ്ബേഴ്സിനൊക്കെ കുറേ കൊടുത്തു. പിന്നെ കുറച്ച് പേരൊക്കെ വന്ന് പറിച്ചിട്ട് പോയി. പിന്നെയും കുറച്ച് കിടക്കുന്നുണ്ട്. ആക്ച്വലി അത് മൊത്തം നമുക്ക് പറിക്കണം. പഴുത്ത് 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 അങ്ങ് ഏറ്റവും വരെയായിട്ട് കിടക്കും അത്. ഓക്കെ, അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഞാൻ പോയി തുണിയൊക്കെ വിരിച്ചിട്ട് കുറച്ച് റംബൂട്ടാനൊക്കെ പറിച്ചിട്ട് വരാം. ഓക്കെ, തുണി വിരിക്കണമെന്ന് ഇതിൽ കാണിക്കാൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് ഞാൻ പറഞ്ഞു ഇതൊന്നും പിടിച്ചു തരാൻ ഇവിടെ ഒരു മനുഷ്യനില്ല. ഞാൻ തന്നെ ഫോൺ പിടിച്ച് ഞാൻ തന്നെ എടുക്കണം. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. സോ ഞാൻ പോയി പണിയെടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ, നമുക്ക് റംബൂട്ടാൻ പറിക്കാം. ഞാൻ ഓൾറെഡി പറിച്ചു. ഓൾറെഡി കുറച്ച് പറിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ പെറുക്കി ഈ കൊട്ടയിലാക്കണം. എളുപ്പമല്ല കേട്ടോ. എന്നെ കണ്ടപ്പോൾ പ്രാന്തി ലുക്ക് പോലെ തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്തു. അമ്മേ, അതുകൊണ്ടാണ്. അയ്യോ, പിന്നെയും കിടക്കണ്ട. എനിക്ക് പറ്റത്തില്ല പറിക്കാൻ. എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ പറിച്ച്. ഇനി എനിക്ക് പറ്റില്ല. ഐ ആം ഡെഡ്. നമുക്കിതൊക്കെ പറക്കിയെടുക്കാം. അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. വെയിൽ കാരണം എനിക്ക് തന്നെ മുകളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം പറയണോ? കാണുന്നുണ്ടോ? റംബൂട്ടാൻ ഇതൊക്കെ നമുക്ക് പറിക്കാനുള്ളതാണ്. പറിക്കണം. അത് നമുക്ക് ഡാഡി വന്നിട്ട് പുള്ളീനെ കൊണ്ട് ബാക്കി പറിക്കാൻ പറയാം. എനിക്ക് പറ്റില്ല. സോ നമുക്ക് ഈ നിലത്ത് വീണതൊക്കെ പറക്കിയെടുക്കാം. ഇതൊക്കെ ഞാൻ പറിച്ച് നിലത്തിട്ടതാണ്. ഇതൊക്കെ പറക്കി കൂട്ടിയെടുക്കണം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ, വയ്യ, ഡെഡായി. ഞാൻ കളക്ട് ചെയ്ത റംബൂട്ടാൻ കാണിച്ചു തരാം. അമ്മേ, ലുക്ക്, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഏങ്ങി വലിച്ച് പറിച്ചു. ബാക്കി നമുക്ക് സഹായം വേണം. ഡാഡി വന്നിട്ട്
നമുക്ക് ഡാഡിയോട് സഹായം ചോദിക്കാം. സമയം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. സോ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇന്ന് ലഞ്ചിന് മന്തിയാണ്. മന്തി. അപ്പൊ നിങ്ങൾ വിചാരിക്കും മന്തിയൊക്കെ മേടിച്ച് ഇതായിരിക്കും പരിപാടിന്ന്. അല്ല. നമ്മൾ ഇന്നലെ ആക്ച്വലി മന്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് ബാലൻസ് വന്നു. അങ്ങനെ കളയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചൂടാക്കി കഴിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക്. കുറച്ചേ ഉള്ളൂ. കുറച്ച്. വളരെ കുറച്ച്. സോ ലെറ്റ്സ് ഈറ്റ്. ഉച്ചയ്ക്ക് വീട്ടിലൊരു ചീഞ്ഞ സീരിയൽ വെക്കും. ഞാൻ കാണിച്ചു തരാം. ഒരു വളിച്ച ചീഞ്ഞ തൊലിഞ്ഞൊരു സീരിയൽ. ദിസ് ഈസ് വൺ ഓഫ് ഞാൻ പറഞ്ഞ ആ സാധനം. ഇതാണ് അതിലൊന്ന്. അയ്യോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ് ആണ് ഗൈസ്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ബിക്കോസ് എനിക്ക് നല്ല വയറുവേദന ഉണ്ട്. പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ഒരു 3-4 ദിവസത്തേക്ക് ഭയങ്കര സീനാണ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ജോലിക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ടയേർഡാവും, തല കറങ്ങും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സംടൈംസ് പെയിൻ എന്തായാലും കണ്ടിന്യൂസ് ഉണ്ടാവും. ഐ മീൻ എല്ലാ മാസവും ആ ഒരു 3 ദിവസത്തേക്കോ 4 ദിവസത്തേക്കോ ഉണ്ടാവും. തലകറക്കമൊക്കെ ഇടയ്ക്കേ ഉണ്ടാവാറുള്ളൂ. ഇനിയിപ്പോൾ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം. അതാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള പരിപാടി. സോ കാണാം. അങ്ങനെ എൻ്റെ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ല ആക്ച്വലി. നമ്മളൊരു സിനിമയൊക്കെ കണ്ടിരുന്നു. 1 അല്ല 2 സിനിമ കണ്ടു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ദേ കുളിയൊക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ നോക്കട്ടെ 6:41. ആക്ച്വലി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിൽക്കുന്നത് ഒരു സ്ഥലം വരെ പോകാനാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോകണം. അതുകൊണ്ടാണ് റെഡിയായി നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ ചായ ഒന്നും ഇപ്പോൾ കുടിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് റാൻഡം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ ക്യാപ്ചർ ചെയ്തിടുകയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെയും കാണാം.